ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് കുക്കർ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ബീഫ് കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 1 കിലോ ബീഫ് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുകയാണ്. ഇനി നമുക്ക് കുക്കർ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ തിളയ്ക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവയും കടുകും പൊട്ടിച്ചതിന് ശേഷം ഒരു 3 ഗ്രാമ്പ്, 3 ഏലയ്ക്ക, 2 കഷ്ണം പട്ട, ഒരു ബേ ലീഫ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറുള്ളി വാടി വരുമ്പോഴേക്കും നമുക്ക് 2 വലിയ സവാള സ്ലൈസ് ചെയ്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളി സവാളയും കുക്കായതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം വെന്ത് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായി ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന്റെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന 2 തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വാടിയതിനു ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കിച്ചിരിക്കുന്ന ബീഫിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള കറി മസാലയും അല്പം നാരങ്ങ നീരും കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ച് കുക്കർ അടച്ചു വെച്ച് 5 വിസിൽ വരുന്നതുവരെ വേവിക്കാം. കുക്കർ ലെയറെല്ലാം പോയതിനു ശേഷം നമ്മൾ തുറന്ന് നോക്കിയാണ് നല്ല അടിപൊളി നല്ല മണമുള്ള നല്ല ടേസ്റ്റ് ഉള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർക്കാം. അങ്ങനെ സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു അടിപൊളി ബീഫ് കറി